സ്കൂൾ കലോത്സവ സ്വാഗത ഗാനത്തിലെ ദൃശ്യാവിഷ്കാര വിവാദം പുതിയ തലത്തിലേക്ക്. മുസ്ലിം വേഷധാരിയെ ഭീകരവാദിയായി ചിത്രീകരിച്ചത് LDF സർക്കാർ നിലപാടിന് വിരുദ്ധമെന്നും പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നും CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. നേരത്തെ മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗും ദൃശ്യാവിഷ്കാരത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. വിവാദ ഗാനം അവതരിപ്പിച്ചവരെ ഇനി കലാമേളകളിൽ പങ്കെടുപ്പിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഇതിനുശേഷം പറഞ്ഞു. മേലിൽ ഇത്തരം നടപടികൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കും. ഇടതുപക്ഷ സർക്കാർ നിലപാടല്ല വേദിയിൽ അവതരിപ്പിച്ചത്. പരാതി അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ആവർത്തിച്ചു. അതിൽ അവതരിപ്പിച്ച നിലപാടല്ല ഞങ്ങൾക്കുള്ളത്. ഞാൻ കോഴിക്കോട് വെച്ച് തന്നെ പറഞ്ഞു. അതിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയും ഇനി വരാൻ പോകുന്ന മേളകളിൽ ഈ പ്രോഗ്രാം ചെയ്ത ആ കൂട്ടരെ കലാമേളയിൽ പങ്കെടുപ്പിക്കാതിരിക്കുന്നതിന് വേണ്ട നടപടി ചെയ്യും. ഈ നടപടി ഉണ്ടാകണമെന്നൊരു ആവശ്യം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ നടപടിയിലേക്ക് പോകുന്നു പരിശോധിക്കുന്നതിനപ്പുറം പരിശോധിച്ചിട്ടില്ല നടപടിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. പത്രക്കാർ പറയുന്ന പോലെ പോകാൻ പറ്റില്ലല്ലോ. പരിശോധിക്കാത്ത പറഞ്ഞല്ലോ. പരിശോധിച്ച ശേഷം അതായത് മേലിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഏതെങ്കിലും മതത്തെയോ ജാതിയോ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് സ്വാഗത ഗാനത്തിന് ദൃശ്യാവിഷ്കാരമൊരുക്കിയ സാംസ്കാരിക സംഘടനയായ മാതാ പേരാമ്പ്ര. കാർഗിൽ യുദ്ധം പരാമർശിക്കുന്നിടത്ത് നുഴഞ്ഞുകയറ്റക്കാരൻ എന്ന അർത്ഥത്തിലാണ് ദൃശ്യാവിഷ്കാരം ഒരുക്കിയത്. സർക്കാരോ സംഘാടക സമിതിയോ വിവാദത്തെക്കുറിച്ച് ചോദിച്ചിട്ടില്ലെന്നും മാതാ പേരാമ്പ്ര ഡയറക്ടർ കനകദാസ് പറഞ്ഞു. ഒരാള് കാർഗിൽ ഒരു ജവാൻ വീരമൃത്യു വരിക്കുന്നു. അദ്ദേഹത്തിന് മുമ്പിൽ ഏതൊരു സഹോദരിയോ അമ്മയോ കണ്ണുനീർ വാർത്തുകൊണ്ട് സല്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം ഒരു കയ്യിൽ തോക്കെടുത്തിട്ടുള്ള ഒരാൾ സ്റ്റേജിലേക്ക് കൂടി വരുന്നു, ഒരു ഭീകരവാദി അല്ലെങ്കിൽ ഒരു നുഴഞ്ഞുകയറ്റക്കാരൻ. അയാൾ 2 പട്ടാളക്കാർ കീഴ്പ്പെടുത്തുന്നു. ഇതാണ് രംഗം. ഇത് നമ്മളൊരു പ്രത്യേക മതവിഭാഗമോ അല്ലെങ്കിൽ ജാതിയോ ഒന്നും നോക്കിയതില്ല. നമ്മളൊരു നുഴഞ്ഞുകയറ്റക്കാരൻ എന്നുള്ള ഒരു അർത്ഥത്തിൽ മാത്രമാണ് അത് കണ്ടത്. ആ റിസപ്ഷൻ കമ്മിറ്റി പിന്നെ നമ്മുടെ ജീവൻ ബാബു സാറ് കണ്ടിരുന്നു, പിന്നെ ഡി ജി തോട്ടത്തിൽ രവീന്ദ്രൻ സാറ് കണ്ടിരുന്നു, പിന്നെ കുറച്ച് ഒഫീഷ്യൽസ് സാരൊക്കെ എനിക്ക് അവരെ അറിയില്ല ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. PK ഗോപി സാറുണ്ടായിരുന്നു. വേദിയിലെത്തും മുമ്പ് അധികൃതർക്ക് കാണാനായി ദൃശ്യാവിഷ്കാരം അവതരിപ്പിച്ചപ്പോൾ യഥാർത്ഥ വേഷവിധാനങ്ങൾ ഇല്ലായിരുന്നെന്ന് തോട്ടത്തിൽ രവീന്ദ്രൻ MLAയും പ്രതികരിച്ചു. നമ്മള് കാരപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ട് ഇതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇവരൊക്കെ ഷർട്ട് മുണ്ടൂട്ടിട്ടുള്ള ആൾക്കാരാണ്. വേറെ ഒന്നും അവിടെ ഈ മിലിറ്ററി വേഷമൊക്കെ ധരിച്ചിട്ടുള്ള ആൾക്കാർ ആ സ്റ്റേജിലാണ് നമ്മൾ തന്നെ കണ്ടത്. അന്ന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ ഇപ്പൊ കളിച്ചെന്ന് ആർക്കറിയാം. പിന്നെ അതൊരു ചെറിയൊരു ഇതായിട്ട് മറ്റേ DG ഉണ്ടായിരുന്നു, ഡയറക്ടർ ഉണ്ടായിരുന്നു, പിന്നെ കമ്മിറ്റിയുടെ ചെയർമാൻ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അതിലെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാനത് ആയിട്ട് നേരിട്ട് ഒരു ബന്ധമില്ല എനിക്ക്. ഞാൻ ആ സ്കൂൾ അറേഞ്ച് ചെയ്ത് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വേറെ എനിക്ക് അതിൽ റോളൊന്നുമില്ല. കൂടുതൽ വിവരങ്ങളുമായി അശ്വിൻ വല്ലത്താണ് ചേരുന്നത്. അശ്വിൻ, രാവിലെ CPMന്റെ ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് വരുന്നു. തൊട്ടു പിന്നാലെ നടപടി പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രിയുടെ അറിയിപ്പും ഉണ്ടാകുന്നു. എങ്ങനെയാണ് ഈ വിവാദം ഇനി മുന്നോട്ട് പോവുക? കിരൺ, ഈ വിവാദത്തിലെ രാഷ്ട്രീയ അപകടം CPM കൃത്യമായി തിരിച്ചറിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ഇന്ന് രാവിലെ ഈ CPM സെക്രട്ടേറിയറ്റിൻ്റെ നടപടി ഉണ്ടാവണം എന്ന ആവശ്യം വരുന്നതും തൊട്ടു പിന്നാലെ മന്ത്രി അതിനോട് പ്രതികരിക്കുന്നതുമൊക്കെ തന്നെ ഇതിൻ്റെ തെളിവാണ്. കാരണം ഇത് ന്യൂനപക്ഷങ്ങളിൽ ഉണ്ടാക്കാവുന്ന ഒരു ഭീതി അല്ലെങ്കിൽ നേരത്തെ ഇപ്പോൾ അടുത്ത കാലത്തായി CPM ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉണ്ടാക്കിയ സ്വാധീനം നഷ്ടപ്പെടുന്നതിന് കാരണമായേക്കാവുന്ന ഒരു കാര്യമായിരുന്നു ഈ സ്വാഗത ഗാനത്തിൻ്റെ ദൃശ്യാവിഷ്കാരത്തിൽ ഉണ്ടായ ഈ ഒരു മുസ്ലിം വേഷധാരിയെ ഭീകരവാദിയാക്കി ചിത്രീകരിച്ചതും മാത്രമല്ല അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും. അതിൽ മിക്കവാറും എല്ലാ സമുദായ സംഘടനകളും അതിൽ അഭിപ്രായം രേഖപ്പെടുത്തി ഇത് പൂർണ്ണമായും തെറ്റാണ്, ഇത് ശരിയല്ല. പ്രത്യേകിച്ച് കോഴിക്കോട് ഇത്തരം ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു സന്ദേശം നൽകുന്നത് അത് തെറ്റാണ് എന്നൊക്കെയുള്ള നിലപാടുകൾ സമുദായ സംഘടനകൾ പറഞ്ഞു. രൂക്ഷമായ ഭാഷയിൽ മുസ്ലിം ലീഗ് തന്നെ വിമർശനവുമായി എത്തി. മിക്കവാറും മുസ്ലിം ലീഗ് നേതാക്കൾ ഇതിൽ സർക്കാരിനെതിരെ കിട്ടുന്ന വേദികളിലെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു.
ആ സമയത്താണ് ഇപ്പോൾ CPM-ന്റെ ഒരു ഇടപെടൽ ഉണ്ടാവുന്നത്. കാരണം ഇതിങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നത് ഗുണകരമല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് CPM ഈ വിഷയത്തിൽ ഇടപെടുന്നതും കൃത്യമായ നടപടി വേണം എന്നാവശ്യപ്പെടുന്നതും. അത് സർക്കാരും അത് അംഗീകരിക്കുന്നു. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞതും. അതിൽ തന്നെ ഏറ്റവും പ്രധാനം മാതാ പേരാമ്പ്ര എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് ഈ ദൃശ്യാവിഷ്കാരം വേദിയിലെത്തിച്ചവർക്ക് ഇനി കലോത്സവങ്ങളിൽ വേദി ഉണ്ടാവില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴും മാതാ പേരാമ്പ്ര പറയുന്നത് തങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. കാരണം ഒരു നുഴഞ്ഞുകയറ്റക്കാരനെ ചിത്രീകരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ചിത്രീകരിക്കേണ്ടത്? അവിടെയുള്ള ഭീകരവാദികളെ തന്നെയാണ് കാണിച്ചത്, അല്ലാതെ അതിൽ ഒരു സമുദായത്തെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മാതാ പേരാമ്പ്ര ഇപ്പോഴും നിലപാടെടുക്കുന്നത്. ശരി, അശ്വിൻ വെള്ളത്താണ് എന്താണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയം എന്നതുകൂടി വ്യക്തമാക്കിയത്. എന്തായാലും അത്തരമൊരു തെറ്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് നടപടിക്ക് ഇപ്പോൾ സർക്കാർ തയ്യാറായിരിക്കുന്നു എന്നതുകൂടി ഇതിലുണ്ട്. കലോത്സവ സ്വാഗത ഗാനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ കെ മുരളീധരൻ MP ഒരു മതവിഭാഗത്തെ ഭീകരരായി ചിത്രീകരിച്ചത് ആരാണെന്ന് അന്വേഷിക്കണം. സംസ്ഥാന സർക്കാർ നടത്തിയ പരിപാടിയാണ് കലോത്സവം. യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UP-യിലല്ല ഇത് നടന്നത്. കേന്ദ്ര സർക്കാരാണോ വിഷയം അന്വേഷിക്കേണ്ടതെന്നും കെ മുരളീധരൻ ചോദിച്ചു. ഒരു കലോത്സവം സംസ്ഥാന സർക്കാർ നടത്തുന്ന കലോത്സവം, ആ കലോത്സവം സംഘടിപ്പിക്കുന്ന സർക്കാരല്ലേ? വിദ്യാഭ്യാസ മന്ത്രി അവിടെ മുഴുവൻ സമയം അവിടെ ഉണ്ടായിരുന്നു. നേതൃത്വം കൊടുത്തത് ചെയർമാൻ ജില്ലക്കാരനായിട്ടുള്ള മുഹമ്മദ് റിയാസാണ്. ഇവരറിയാതെ എങ്ങനെയാ സ്വാഗതഗാനം വന്നു? അപ്പോൾ സംസ്ഥാന സർക്കാരിനല്ലേ ഉത്തരവാദിത്വം. പിന്നെ ഇത് ആരന്വേഷിക്കണം? ഇന്നലെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി CPM-ന്റെ അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ആരന്വേഷിക്കണം? കാരണം ഗവൺമെന്റ് നടത്തിയ, സർക്കാർ നടത്തിയ ഒരു കലോത്സവത്തിന്റെ സ്വാഗതഗാനം ഈ രീതിയിലാക്കിയതാരാ? ഇതാരാ? മോഡിയാണോ അന്വേഷിക്കേണ്ടത്? ഇതിനിടയിൽ ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടിയുള്ള ചർച്ചകൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് കോൺഗ്രസ് നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് UDF ജയിച്ച ശേഷം മുന്നണിയും ഹൈക്കമാൻഡുമൊക്കെയാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. അത് അത്തരം ഒരു ചർച്ച ഇപ്പോൾ നടത്തുന്നത് മുന്നണിയുടെ ജയത്തിന് തന്നെ ഇടങ്കോലിടുന്നതാണെന്നും പറയുന്നു. ഒപ്പം തന്നെ NSS-ന്റെ ആരോപണത്തിന് രമേശ് ചെന്നിത്തലയെ മുൻനിർത്തി മത്സരിച്ചതുകൊണ്ടാണ് UDF പരാജയപ്പെട്ടത് എന്ന ആരോപണത്തിന് കൂടി അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയെ മുൻനിർത്തി മത്സരിച്ചതുകൊണ്ടല്ല, UDF പരാജയത്തിന് പല കാരണങ്ങളുണ്ട് എന്നും പറയുന്നു. ഒപ്പം ഒരേ സമയം തന്നെ ശശി തരൂരിനെ തള്ളാതെയും, എന്നാൽ ശശി തരൂരിനോട് മുഖ്യമന്ത്രിയായി തീരുമാനിക്കേണ്ടത് നിങ്ങളോ ഏതെങ്കിലും സമുദായ സംഘടനകളോ അല്ല, ഹൈക്കമാൻഡാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് തിരുവഞ്ചൂർ നടത്തുന്നത്. തിരുവഞ്ചൂരിൻ്റെ വാക്കുകളിലേക്ക്. അദ്ദേഹം കേരളത്തിൽ പ്രവർത്തിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ എഫേർട്ടും കേരളത്തിലെ കോൺഗ്രസിന് പോസിറ്റീവായി വിനിയോഗിക്കാൻ കഴിയണം. നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലെത്തി ഭൂരിപക്ഷം കിട്ടണ്ടേ? ആ ഭൂരിപക്ഷം കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നമുക്ക് നടത്താം. ആദ്യം വേണ്ടതൊരു പാർട്ടിയെ മുന്നണി അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അധികാരത്തിൽ വരുന്ന സന്ദർഭം എത്തുമ്പോഴാണ് ആരതിനെ നയിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ആ സന്ദർഭത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പോകണം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക്. അപ്പോൾ ടിക്കറ്റ് വില ഉയരും, സാധാരണക്കാർക്ക് കളി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഉള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് പട്ടിണി കിടക്കണവൻ കളി കാണാൻ വരേണ്ടത്. ME ഗോവിന്ദൻ എന്ത് കമ്മ്യൂണിസ്റ്റാണ്? പിണറായി വിജയൻ എന്ത് കമ്മ്യൂണിസ്റ്റാണ്? ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ഒരു അംഗം പറയുകയാണ് പട്ടിണി കിടക്കണവൻ കളി കാണാൻ വരണ്ട. അത് CPM-നുണ്ടായ മാറ്റമാണ്. ഞങ്ങളങ്ങനെ കാണുന്നത് CPM-നുണ്ടായ ജീർണതയാണ്. അതിൻ്റെ മാറ്റമാണ് അബ്ദുൾ റഹ്മാനെ പോലെ ഒരു മന്ത്രി ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ ഇരുന്ന് പട്ടിണി കിടക്കുന്നവനെ കുറിച്ച് പരിഹസിക്കുകയും അവനെ പുച്ഛത്തോട് സംസാരിക്കുകയും ചെയ്യുന്നത്. CPM ഇപ്പോൾ സമ്പന്നന്മാരുടെ പുറകെയാണ്, സാധാരണക്കാരുടെ കൂടെയല്ല. ഈ മാറ്റമാണ് CPM-നെ കേരളത്തിൽ തകർക്കാൻ പോകുന്നത്. ഇത് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. അതുപോലെ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ അംഗമായിരുന്ന EP ജയരാജൻ കണ്ണൂരിൽ പടുത്തുയർത്തിയ റിസോർട്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ അഴിമതിയുടെ സ്മാരകമാണ്. അതാണ് അവിടെ നടക്കുന്നത്. ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന CPM ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ ആളെ വീണ്ടും മന്ത്രിയായി നിയോഗിച്ചു. ഇത് പാർട്ടി എന്താണ്? ഇത്രമാത്രം CPM കേരളത്തിൽ വഷളായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതാണ് ജീർണത, പാർട്ടിയെ ബാധിച്ചിരിക്കുന്ന ജീർണതയാണ്. അതിന് അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ അബ്ദുറഹ്മാനെ പോലെ ഒരാളെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിക്ക് അപമാനകരമാണ്, കേരളത്തിന് അപമാനകരമാണ്. ശശി തരൂർ ഇന്നൊരു അഭിപ്രായം പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനെ കുറിച്ചുണ്ടായിരുന്നു ചോദ്യം. അതിൽ താല്പര്യമുണ്ട് എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലാണ് പറഞ്ഞത്. അതിൽ പ്രതിപക്ഷ നേതാവ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? അല്ല, അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലുണ്ടല്ലോ.
അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലുണ്ടല്ലോ. അദ്ദേഹം കേരളത്തിന്റെ തലസ്ഥാന നഗരിയുടെ MP അല്ലേ. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊന്നും ഒരു വിവാദമാകേണ്ട ഒരു കാര്യമില്ല. എല്ലാം വിവാദമാക്കേണ്ട ഒരു പ്രശ്നമില്ല. ഞാൻ എല്ലാ കാര്യത്തിലും കയറി ഞാൻ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. സംഘടനാപരമായ കാര്യങ്ങളാണ്. സംഘടനാപരമായ കാര്യങ്ങൾ സംഘടനയിൽ തീരുമാനിച്ച് സംഘടനയുടെ ഒരു തീരുമാനത്തിന്റെ ഇതാവരണം. അതൊക്കെ KPCC പ്രസിഡന്റിനോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അദ്ദേഹം പറയും. അല്ലാതൊന്നും അവരവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല. ഇത് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. സംഘടനാപരമായി പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ്. ഓരോരുത്തർക്ക് വേണമെന്നും വേണ്ട എന്നും പറയാനൊരു ശരിയായ രീതിയല്ല. അതിനോട് ശരിയായ രീതിയല്ല. അപ്പോൾ അത് പാർട്ടിയിൽ ചർച്ച ചെയ്ത് അവർക്കുള്ള അഭിപ്രായങ്ങൾ പാർട്ടിയെ അറിയിച്ച് പാർട്ടിയിൽ ചർച്ച ചെയ്ത് പാർട്ടിയുടെ തീരുമാനത്തിന്റെ വിധേയരായി പ്രവർത്തിക്കാൻ ഉള്ളതാണ്. അതിനോട് ചേർത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യം കൂടി, NSS ജനറൽ സെക്രട്ടറി പിന്നെ ഈ പറയുന്ന രീതിയിൽ ശശി തരൂരിനെ വലിയ രീതിയിൽ പുകഴ്ത്തി പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശരിയാണ്, അങ്ങനെ പോകുന്നുണ്ട്. അതിനിടയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോലും യോഗ്യനാണ് എന്ന നിലയിലൊക്കെ ഒരു ഇന്റർവ്യൂ കൊടുത്തായിട്ടൊക്കെ വാർത്ത വന്നിട്ടുണ്ട്. എന്താ പ്രതിപക്ഷ? ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് നേരത്തെ പറഞ്ഞ അഭിപ്രായം വീണ്ടും ഒന്നുകൂടി പറയാം. ഏത് കോൺഗ്രസ് നേതാവിനെ പറ്റിയും ആര് നല്ലത് പറഞ്ഞാലും ഞങ്ങൾക്കത് അഭിമാനമാണ്, സന്തോഷമാണ്, എന്നെ സ്വാഗതം ചെയ്യും. ഒരു കോൺഗ്രസ് നേതാവിനെ പറ്റി ഒരു പൊതുസമൂഹത്തിൽ നിന്നുള്ള ആളുകൾ നല്ലത് പറയുമ്പോൾ ഞങ്ങൾ അവർ അസ്വസ്ഥരാവില്ല. ഞങ്ങൾ സന്തോഷിക്കല്ലേ വേണ്ടത്. കോൺഗ്രസിന്റെ നേതാക്കളെ കുറിച്ച് ആളുകൾ നല്ലത് പറയട്ടെ. നല്ലത് പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമല്ലേ. ഞങ്ങളൊക്കെ അതിന്റെ നേതൃത്വത്തിലുള്ള ആളുകളാണ്. അതിന്റെ ഞങ്ങളുടെ സഹപ്രവർത്തകരെ കുറിച്ച് വ്യത്യസ്തമായ വീക്ഷണങ്ങളുള്ള ആളുകൾ നല്ലത് പറയുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, സംഘടനാപരമായ കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾ KPCC പ്രസിഡന്റിനെ കാണുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കും. ഞാൻ സംഘടനാപരമായ കാര്യങ്ങളിൽ ഒരു കാര്യവും പറയാറില്ല. KPCC ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. ആ തീരുമാനം പറയാറുണ്ട്. അല്ലാതെ അതിനു മുമ്പ് ഞാൻ പറയാറില്ല. അല്ല, അത് ഞാനല്ല അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ക്രിക്കറ്റ് കളിയിൽ പാവപ്പെട്ടവൻ ക്രിക്കറ്റ് കളി കാണാൻ വരേണ്ടതില്ല എന്നത് ഒരു ഇടതുപക്ഷ സർക്കാരിലെ മന്ത്രി പറയുമ്പോൾ ആ മന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാട് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു മുഖ്യമന്ത്രിക്ക് എടുക്കാൻ കഴിയുക എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ ശശി തരൂരിൻ്റെ വിഷയത്തിൽ അദ്ദേഹം വളരെ തന്ത്രപൂർവ്വമായി തന്നെയാണ് മറുപടി പറഞ്ഞത്. ഏതെങ്കിലും വിവാദത്തിലേക്ക് കടക്കാതെ അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറയുന്നതിൽ സന്തോഷിക്കുകയല്ലേ എന്നുള്ള മട്ടിലൊക്കെയുള്ള മറുപടികളാണ്. മറ്റ് സംഘടനാ വിഷയങ്ങളൊക്കെ KPCC അധ്യക്ഷരോട് ചോദിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക്. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച യുവ സംവിധായിക നയന സൂര്യൻ്റെ കുടുംബം മുഖ്യമന്ത്രിയെ കാണാൻ എത്തി. CBI അന്വേഷണം വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. പോലീസിൻ്റെ അന്വേഷണത്തിൽ അവർക്ക് വിശ്വാസമില്ല. ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണം ആകെ അട്ടിമറിച്ചത്, അല്ലെങ്കിൽ ഇതിനെ ഒരു സാധാരണ മരണമാക്കി ചിത്രീകരിച്ചത് പോലീസാണ്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും CBIയുടെ അന്വേഷണം വേണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഞങ്ങളുടെ റിപ്പോർട്ടർ BV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, എന്താണ് ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ? കിരൺ, നയനയുടെ മാതാപിതാക്കളും സഹോദരങ്ങളുമാണ് മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയിട്ടുള്ളത്. പ്രധാനമായും ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ വലിയ അട്ടിമറി നീക്കം, അല്ലെങ്കിൽ ഈ കേസ് തേച്ചു മായ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി പിന്നീട് സിറ്റി ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ, ഇപ്പോൾ നടന്ന അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പോലും പൂർത്തിയാക്കിയിരുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്ന ശരീരത്തിലെ മുറിവുകളെക്കുറിച്ചും ആന്തരിക അവയവങ്ങളിൽ ഉണ്ടായ ക്ഷതങ്ങളെക്കുറിച്ചും ഈ പരിശോധിക്കുകയോ അത് FIRന്റെ ഭാഗമാക്കുകയോ ഉണ്ടായില്ല. ആ തരത്തിലുള്ളൊരു നീക്കം, ഗുരുതരമായ വീഴ്ച ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായി എന്ന വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഒരാഴ്ച സമയമെടുത്തു ആ ടീം രൂപീകരിക്കുന്നതിന് വേണ്ടി. പ്രഖ്യാപനം വന്നുവെങ്കിലും അത് അന്വേഷണ ഉദ്യോഗസ്ഥനാരെന്നോ ടീം എങ്ങനെയെന്നോ ഉള്ള ഒരു തീരുമാനമുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ചുള്ള തീർപ്പുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനി CBI അന്വേഷണം എന്ന നിലയിലേക്ക് കുടുംബം ആവശ്യം ഉന്നയിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നേരത്തെ ഈ ടീം രൂപീകരിക്കാൻ കാലതാമസമുണ്ടായപ്പോൾ കുടുംബം CBI അന്വേഷണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അവർ അകത്തേക്ക് പോയപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്നല്ലോ എന്ന ഒരു പ്രതികരണമാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരുപക്ഷെ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം മതി എന്ന നിലപാടിലേക്ക് കുടുംബം പോയേക്കും. അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ അന്വേഷണം എന്ന നിലയ്ക്ക് CBI അന്വേഷണം ആവശ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഏതായിരുന്നാലും അല്പസമയത്തിനുള്ളിൽ നയനയുടെ കുടുംബം പുറത്തേക്ക് വരും. കിരൺ,
ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇടുക്കിയിലെ പട്ടയഭൂമിയിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ചെറുകിട നിർമ്മാണങ്ങൾ ക്രമവൽക്കരിച്ച് നൽകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എത്രയും വേഗം ഈ പട്ടയം വിതരണം ചെയ്യാനുള്ള തീരുമാനവും ഈ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി വി അരുണാണ് ചേരുന്നത്. അരുൺ, ഏറെക്കാലമായി ഇടുക്കിയിലെ ജനങ്ങൾ ഉന്നയിക്കുന്ന ഒരു വലിയ ആവശ്യമാണ് ചെറിയ കെട്ടിടങ്ങളുടെ നിർമ്മാണങ്ങൾ, അതിന് അംഗീകാരം നൽകണം, അത് ക്രമവൽക്കരിച്ച് നൽകണം എന്നുള്ളത്. വൻകിട നിർമ്മാണങ്ങളുടെ രീതിയിലേക്ക് ചെറുകിട നിർമ്മാണങ്ങളെ കാണരുത് എന്നുള്ള ആവശ്യം, അതിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? കിരൺ, 1964 ഭൂപതിവ് ചട്ട ഭേദഗതി കഴിഞ്ഞ കുറെ നാളുകളായി സംസ്ഥാനത്തെ പ്രത്യേകിച്ച് മലയോര മേഖല, ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര മേഖല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിൽ നിയമഭേദഗതി സർക്കാർ നേരത്തെ തീരുമാനമെടുത്തപ്പോൾ വലിയ എതിർപ്പാണ് മലയോര മേഖലയിൽ നിന്ന് ഉയർന്നു വന്നത്. അതിനെ തുടർന്നാണ് ആ ഭേദഗതി നിർദ്ദേശത്തിന് മുമ്പ് തന്നെ ഉന്നത സമിതിയെ കൊണ്ട് സർക്കാർ കാര്യം പഠിക്കാൻ പറഞ്ഞത്. ലോ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ലോ സെക്രട്ടറി, റവന്യൂ സെക്രട്ടറി, അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടുന്ന സമിതിയെ കൊണ്ടാണ് കാര്യങ്ങൾ സർക്കാർ പഠിക്കാൻ ഉദ്ദേശിച്ചത്. ആ സമിതിയുടെ റിപ്പോർട്ടാണെന്ന് ഉന്നതതല യോഗം, മുഖ്യമന്ത്രി അധ്യക്ഷത ഉന്നതതല യോഗം പ്രധാനമായും ചർച്ച ചെയ്തത്. ഭൂപതിവ് നിയമ ഭേദഗതിയിൽ ചില മാറ്റങ്ങൾ, വീണ്ടും ഭേദഗതി കൊണ്ടുവരാൻ ഇപ്പോൾ ആലോചന. ഇടുക്കി പട്ടയഭൂമിയിലെ നിർമ്മാണങ്ങൾ ക്രമപ്പെടുത്തി നൽകാൻ, അതായത് ചെറുകിട നിർമ്മാണങ്ങൾ, വലിയ കെട്ടിടങ്ങളല്ല, റിപ്പോർട്ടുകൾ പോലുള്ള വലിയ കെട്ടിടങ്ങൾക്ക് പകരം ചെറുകിട നിർമ്മാണങ്ങളിൽ ക്രമപ്പെടുത്താനുള്ള നിർദ്ദേശമാണ് ഇന്നത്തെ യോഗത്തിൽ ഉയർന്നത്. ഇതിനായി 4A വകുപ്പ് പുതുതായി ഉൾപ്പെടുത്തും. തുടർ നടപടികൾക്ക് റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തി. ഇതിൽ നിയമ ഭേദഗതിയായ ഒരു ബില്ല് കൊണ്ടുവരാനും സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഈ ബില്ല് കൊണ്ടുവരാനാണ് സാധ്യത. മാത്രമല്ല, ഇടുക്കിയിലെ പട്ടയങ്ങളെ പറ്റി വലിയ പരാതികളുണ്ട്. പട്ടയ വിതരണം വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. റവന്യൂ, തദ്ദേശ, വനം വകുപ്പുകൾക്കാണ് പട്ടയ വിതരണം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ തീരുമാനങ്ങൾ വൈകാതെ റവന്യൂ വകുപ്പ് തന്നെ ഇതിന്റെ തുടർ നടപടികൾ കൈക്കൊള്ളും. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചട്ട ഭേദഗതി കൊണ്ടുവരാൻ, നിയമനിർമ്മാണമായി കൊണ്ടുവരാൻ ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ ഒരു വൈദികൻ ജോസ് കെ മാണിക്കെതിരെ നടത്തിയ പ്രസംഗം വളരെ വൈറലായിട്ടുണ്ട്. രാഷ്ട്രീയമായി കേരള കോൺഗ്രസിനെതിരെ നീക്കങ്ങളോട് വിയോജിക്കുന്ന വിഭാഗം കൂടിയാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇതടക്കമുള്ള മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേള.